അമേരിക്കയെ ഇറാൻ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടതിന്റെ ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ പുറത്ത്. ഇറാൻ അമേരിക്ക യുദ്ധത്തിന്റെ പുകമറയ്ക്കുള്ളിൽ ആയുധ കച്ചവടത്തിന്റെ കോടികൾ മണക്കുന്ന രഹസ്യ നീക്കങ്ങൾ നടന്നുവെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. യുദ്ധക്കളത്തിൽ സൈനികർ ജീവനു വേണ്ടി പോരാടുമ്പോൾ അധികാരത്തിന്റെ ശീതീകരിച്ച മുറികളിലിരുന്ന് ചിലർ ഓഹരി വിപണിയിലെ ലാഭം കൊയ്യാൻ പദ്ധതിയിടുകയായിരുന്നു. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഈ യുദ്ധ കച്ചവടത്തിന്റെ നിഗൂഢതകളിലേക്ക് പ്രമുഖ സാമ്പത്തിക മാധ്യമമായ ഫിനാൻഷ്യൽ ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഈ വിവാദം ഉന്നയിക്കപ്പെട്ടത്. ഫെബ്രുവരി 28-ന് ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ സൈനിക നീക്കത്തിന് മുൻപുള്ള ആഴ്ചകളിൽ ഹെഗ്സത്തിനോട് ബന്ധപ്പെട്ട ബ്രോക്കർ ആയുധ നിർമ്മാണ മേഖലയിലെ നിക്ഷേപ സാധ്യതകൾ അന്വേഷിച്ചുവെന്നതാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. മോർഗൻ സ്റ്റാൻലിയിൽ പ്രവർത്തിക്കുന്ന ഈ ബ്രോക്കർ ലോകത്തിലെ ഏറ്റവും വലിയ ആസ്തി മാനേജ്മെന്റ് കമ്പനികളിലൊന്നായ ബ്ലാക്ക് റോക്കുമായി ബന്ധപ്പെട്ട ഫണ്ടിലേക്കാണ് നിക്ഷേപ ശ്രമം നടത്തിയത്. ആയുധ നിർമ്മാണ കമ്പനികളുടെ ഓഹരികൾ ഉൾപ്പെട്ട എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടിലായിരുന്നു ഈ നീക്കം. ഈ ഫണ്ടിൽ ഉൾപ്പെട്ടിരുന്ന കമ്പനികൾ സാധാരണയായവയല്ല. ലോക പ്രതിരോധ രംഗത്തെ വമ്പന്മാരായ ലോക്ഹീഡ് മാർട്ടിൻ, നോർത്ത് റോപ്പ് ഗ്രൂമൻ തുടങ്ങിയ കമ്പനികളുടെ ഓഹരികളാണ് അതിൽ ഉൾപ്പെട്ടിരുന്നത്. യുദ്ധം ആരംഭിക്കുമ്പോൾ ആയുധ ആവശ്യകത ഉയരും. അതോടെ ഇത്തരം കമ്പനികളുടെ ഓഹരി വില കുതിക്കും. ഇത് സാധാരണ സാമ്പത്തിക പ്രവണതയാണ്. എന്നാൽ യുദ്ധ തീരുമാനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ട ഒരാൾക്ക് ഈ വിവരം മുൻകൂട്ടി അറിയാമായിരുന്നെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ നിക്ഷേപം നടത്താൻ ശ്രമിച്ചത് വലിയ നിയമപ്രശ്നങ്ങൾ സൃഷ്ടിക്കാവുന്ന കാര്യമാണ്. റിപ്പോർട്ട് അനുസരിച്ച് ഈ നിക്ഷേപ ശ്രമം ഫെബ്രുവരി മധ്യത്തോടെ ആരംഭിച്ചു. അതിനു പിന്നാലെ ഫെബ്രുവരി അവസാനത്തോടെ ഇറാനെതിരെ സൈനിക നടപടി ആരംഭിച്ചു. ഇത് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന ഗുരുതരമായ സാമ്പത്തിക കുറ്റത്തിന്റെ പരിധിയിൽ വരുമോ എന്ന ചർച്ചകൾ ഇതിനകം ശക്തമായി ഉയരുന്നുണ്ട്. യുദ്ധ തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന രഹസ്യ വിവരങ്ങൾ സാമ്പത്തിക ലാഭത്തിനായി ഉപയോഗിക്കപ്പെടുകയാണെങ്കിൽ അത് ജനാധിപത്യ സംവിധാനത്തിന്റെ അടിസ്ഥാന വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. ഹെഗ്സത്തിന്മേലുള്ള ആരോപണങ്ങൾ സത്യമായി തെളിയുന്നുവെങ്കിൽ അതിന്റെ പ്രത്യാഘാതം ഒരു വ്യക്തിയിലോ ഒരു വകുപ്പിലോ ഒതുങ്ങുകയില്ല. വൈറ്റ് ഹൗസിന്റെ വിശ്വാസ്യതയ്ക്കും അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ ധാർമ്മികാടിസ്ഥാനത്തിനും അതൊരു വലിയ വെല്ലുവിളിയാകും. യുദ്ധ തീരുമാനങ്ങൾ ദേശീയ സുരക്ഷയുടെ പേരിൽ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുവെക്കപ്പെടുമ്പോൾ അതിനൊപ്പം സാമ്പത്തിക ലാഭത്തിനായുള്ള രഹസ്യ നീക്കങ്ങളും നടന്നിട്ടുണ്ടെങ്കിൽ അത് ജനാധിപത്യ സംവിധാനത്തെ തന്നെ അപകടത്തിലാക്കുന്ന ഒന്നാണ്. അധികാരവും പണവും ചേർന്നപ്പോൾ ഉണ്ടാകുന്ന ആ അപകടകരമായ കൂട്ടുകെട്ട് എത്രത്തോളം വ്യാപിച്ചു കിടക്കുന്നു എന്ന ചോദ്യം ഇനി ഒഴിവാക്കാനാവാത്തതാണ്. ഇത് കൂടുതൽ വലിയ ഒരു ചർച്ചയിലേക്ക് വഴിതെളിയിക്കുന്നു. യുദ്ധങ്ങൾ യഥാർത്ഥത്തിൽ ആരാണ് നിയന്ത്രിക്കുന്നത്? രാഷ്ട്രീയ നേതാക്കളോ അതോ അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന സാമ്പത്തിക ശക്തികളോ? ആയുധ നിർമ്മാണ കമ്പനികൾ, നിക്ഷേപ ഫണ്ടുകൾ, ആഗോള ലോബികൾ ഇവയൊക്കെ ചേർന്ന് ഒരു അദൃശ്യ നെറ്റ്വർക്കായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയം പുതുമയുള്ളതല്ല. എന്നാൽ ഓരോ പുതിയ ആരോപണവും ഈ സംശയത്തെ കൂടുതൽ വിശ്വസനീയമാക്കുകയാണ്. യുദ്ധം ഒരു ഭൂരിപക്ഷത്തിന് ദുരന്തമായിരിക്കുമ്പോൾ ചിലർക്ക് ഒരു വിപണിയാണ് ലാഭം കണ്ടെത്താനുള്ള അവസരമെന്നും വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.